സർക്കാരിന് ആർജവമുണ്ടെങ്കിൽ ഈ പെൺകുട്ടി ഈ വിദ്യാർത്ഥിനി ലോ അക്കാഡമിയിലെ ഈ വിദ്യാർത്ഥിനി ഉൾപ്പെടെ എനിക്ക് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഡസൻ കണക്കിന് വിദ്യാർത്ഥിനികൾക്ക് പിന്നെ ഇതിനേക്കാൾ വലിയ പരാതികളുണ്ട്. ഈ പരാതികളെല്ലാം, ഞാനൊരു നിയമ വിദ്യാർത്ഥി ആയതുകൊണ്ടും കൂടി ഞാൻ പറയുകയാണ്, ഈ പരാതികളെല്ലാം ക്രിമിനൽ കേസ് എടുക്കാനുള്ള കാരണങ്ങളാണ്. IPC പ്രകാരം ക്രിമിനൽ കേസ് എടുക്കാനുള്ള കുറ്റങ്ങളാണ് ഈ വിദ്യാർത്ഥിനി അവിടെ ഇരുന്നു കൊണ്ട് ഈ ലക്ഷ്മി നായർക്കെതിരെ ഇതുവരെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് സംസ്ഥാന സർക്കാരിന് ഈ കാര്യത്തിൽ ആർജവമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലക്ഷ്മി നായർ തങ്ങളുടെ മേലിൽ സ്വാധീനം ചെലുത്തുന്നില്ല എന്ന് പൊതുജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയും അവിടെ ലോ അക്കാഡമിയിൽ പഠിക്കുന്ന പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥിനികളുടെ ഭാവിയിട്ട് പന്താടുന്നത് തടയണം എന്നും ആത്മാർത്ഥമായ ആഗ്രഹമുണ്ടെങ്കിൽ ഈ പെൺകുട്ടികൾ പറഞ്ഞ ആക്ഷേപങ്ങൾ എഴുതിയെടുത്തിട്ട് ഈ ലക്ഷ്മി നായർക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കാനാണ് തയ്യാറാവേണ്ടത്. ഞാനൊരു ചെറിയ എനിക്ക് അറിവുണ്ടായ ഉദാഹരണം ഞാൻ കഴിഞ്ഞ ദിവസം പറയാം. അതായത് അവിടെ പഠിക്കുന്ന പട്ടികജാതി വിഭാഗത്തിലുള്ള കുട്ടികളെ ക്ലാസ്സിൽ നിന്ന് വലിച്ച് പുറത്തിറക്കി കൊണ്ടുപോയി ഈ ലക്ഷ്മി നായർ എന്ന് പറയുന്നവർ പേരൂർക്കടയിൽ തുടങ്ങിയ ഒരു ഹോട്ടലിലേക്ക് കൊണ്ടുപോവുകയും ആ പട്ടികജാതിക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളെ അവിടെ ആ ഹോട്ടലിൽ കൊണ്ടുവന്നിട്ട് അവരുടെ കയ്യിൽ ഒരു കെട്ട് നോട്ടീസ് വെച്ച് കൊടുക്കുകയാണ് ഈ ലക്ഷ്മി നായരും അവരുടെ മകനെ വിവാഹം കഴിക്കാൻ പോകുന്ന സ്ത്രീയും കൂടെ. എന്നിട്ട് ഈ പട്ടികജാതിക്കാരായിട്ടുള്ള പാവപ്പെട്ട ദരിദ്ര നാരായണന്മാരായിട്ടുള്ള ഈ കുട്ടികളോട് ഈ ലക്ഷ്മി നായർ എന്ന് പറഞ്ഞ സ്ത്രീ, അവരൊരു വനിതയാണ് എന്നാണ് അവർ പറയുന്നത്, അവർ ഈ നോട്ടീസ് കൊടുത്തിട്ട് ഈ കുട്ടികൾ പട്ടികജാതിക്കാരായിട്ടുള്ള കുട്ടികളോട് പറഞ്ഞതെന്നറിയാം മഞ്ജുഷിന്, അവിടെ ബിവറേജസ് കോർപ്പറേഷൻ്റെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്, അവിടെ പോയി ഈ നോട്ടീസ് വിതരണം ചെയ്യാനാണ് ഈ സ്ത്രീ പറഞ്ഞത്. ഈ സ്ത്രീക്ക് കോളേജിൽ കയറാനുള്ള അവകാശാധികാരമുണ്ടോ? ഇതൊന്നൊരു പരാതിയുടെ അല്ല, ഇത് പരാതിയായി വരുന്നുണ്ട്. മഞ്ജുഷ മനസ്സിലായിക്കോളൂ. ഞാനൊരു ഞാൻ പറയട്ടെ, ഇപ്പോൾ ടോംസ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ കാര്യത്തിൽ പോലീസിന്റെ മുന്നിൽ വരെ പരാതികൾ എത്തിയിരുന്നു. ഇവിടെ എന്തുകൊണ്ട് ഇത്തരം പരാതികൾ? ഞാൻ പറയാം. ഈ ഇന്റേണൽ മാർക്കിന്റെ ഭയപ്പാട് കൊണ്ടാണ്. ഞാൻ ഒറ്റ കാര്യം ഞാൻ പറയാം. ഈ ഇന്റേണൽ മാർക്കിന്റെ ഒരു ചെറിയ കാര്യം എന്നോട് പറയാൻ എന്നെ അനുവദിക്കും. ഞാൻ ലോ കോളേജിലെ അഞ്ചാം സെമസ്റ്റർ വിദ്യാർത്ഥിയാണ്. ഇന്റേണലിന്റെ പ്രാധാന്യം എന്താണെന്ന്, എന്തുമാത്രം കഠിനാധ്വാനം ചെയ്യണമെന്ന് ഈ പ്രായത്തിൽ എനിക്ക് നല്ലപോലെ അറിയാം. അതുകൊണ്ട് ആ പീഡനം എനിക്ക് മനസ്സിലായി. ഞാൻ പറയുന്നത് ഇത് സംബന്ധിച്ച് പരാതിയുടെ കെട്ടുകൾ പൊട്ടാൻ പോവുകയാണ്. അടുത്ത ആഴ്ച മുതൽ പരാതികൾ പിള്ളേർ എവിടെയൊക്കെ അയക്കാമോ അവിടെ എല്ലാം അയക്കാൻ പോവുകയാണ്. ഞാൻ ഈ പറഞ്ഞ പട്ടികജാതിക്കെതിരായിട്ടുള്ളത് പട്ടികവർഗ്ഗക്കാർക്കെതിരായിട്ടുള്ള അട്രോസിറ്റീസ് ആക്റ്റാണ്, ക്രിമിനൽ കേസ് ഇവർക്കെതിരെ ഗവൺമെൻറ് എടുത്തിട്ടില്ലെങ്കിൽ പോലും ലക്ഷ്മി നായർക്കെതിരെ അടുത്ത ആഴ്ച വരാൻ പോവുകയാണ്. അത് നടക്കാൻ പോവുകയാണ്, കാണാൻ പോവുകയാണ് നമ്മൾ. പ്രതിൻ, സർക്കാർ കൂടുതൽ ഇടപെടേണ്ട ഒരു സമയമായിട്ടുണ്ട്. SFIക്ക് ഇങ്ങനെ ഒരു സമരവുമായി മുന്നോട്ട് പോയാൽ മതിയോ? സർക്കാരിനെ കൊണ്ട് എന്തായാലും ഇടപെടിക്കുവാൻ SFIക്ക് പരിമിതികളുണ്ട്. SFI പറഞ്ഞാൽ കേൾക്കുന്ന സർക്കാരൊന്നുമല്ല. ഇത് നിലവിൽ നമ്മൾ കാണേണ്ടത്, ഇത് ഒരു ലോ അക്കാഡമിയിൽ ഒതുങ്ങുന്ന വിഷയമല്ല. സംസ്ഥാനത്ത് വ്യാപകമായി ഏറ്റവും അടുത്ത് പരിശോധിച്ചാൽ തിരുവനന്തപുരം ജില്ലയിലെ സ്വാശ്രയ മാനേജ്മെൻറ്റിന് കീഴിലുള്ള നിരവധിയായ ക്യാമ്പസുകൾക്കകത്ത് അതിനകത്ത് കോളേജ് അനുവദിക്കുന്ന ബസ്സിനകത്ത് വന്നില്ല, പകരം സ്വന്തം വാഹനം ഉപയോഗിച്ച് 18 വയസ്സ് കഴിഞ്ഞ കുട്ടികളാണ്. സ്വന്തം ബൈക്കിനകത്ത് വന്നാൽ 1000 രൂപ ഫൈനാണ്. താടി ഒന്ന് നീട്ടി വളർത്തി പോയാൽ ഫൈനാണ്. 1 മിനിറ്റ് കഴിഞ്ഞ് താമസിച്ചകത്തേക്ക് കയറിയാൽ 500ഉം 1000ഉം ഫൈനാണ്. വിദ്യാർത്ഥികളുടെ ഇൻറ്റേർണൽ കുറയ്ക്കുന്ന സംവിധാനങ്ങൾ, അങ്ങനെ നിരവധിയായ പീഡനങ്ങളാണ് സ്വാശ്രയ മാനേജ്മെൻറ്റുകൾക്ക് കീഴിലുള്ള ക്യാമ്പസുകൾക്കകത്ത് അതിക്രൂരമായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സംഘടിതമായി വിദ്യാർത്ഥി സംഘടനകൾ രംഗത്തേക്ക് വന്നപ്പോഴാണ് ആ വിഷയത്തെക്കുറിച്ച് പൊതുജനങ്ങൾ ചർച്ച ചെയ്യാനടക്കം തയ്യാറായിട്ടുള്ളത്. നിരവധിയായ ക്യാമ്പസുകൾ, 20ഓളം വരുന്ന ക്യാമ്പസുകൾക്കകത്ത് ഏറ്റവും 15ഓളം ക്യാമ്പസിൽ അതിക്രൂരമായിട്ടുള്ള വിദ്യാർത്ഥി പീഡനമാണ് നിലവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെ നിലവിൽ SFI ആദ്യഘട്ടം എന്നുള്ള നിലയ്ക്ക് ഈ പരാതികളെല്ലാം സമാഹരിക്കുന്നതിന് വേണ്ടി സ്റ്റുഡൻസ് ഗ്രീവിയൻസ് സെൽ എന്നുള്ള നിലയ്ക്ക് SFIയുടെ നേതൃത്വത്തിൽ എല്ലാ ക്യാമ്പസിനകത്ത് വിദ്യാർത്ഥികൾക്ക് അവരുടെ പേര് പുറത്ത് വെളിപ്പെടുത്താതെ തന്നെ ആ പരാതികൾ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാസത്തോടെ തന്നെ ആ സംവിധാനങ്ങൾ പൂർത്തിയാക്കി 31-ാം തീയതിക്കകം എല്ലാ പരാതികളിലും വിദ്യാർത്ഥികളുടെ അടിസ്ഥാനപരമായ പരാതികളെല്ലാം കളക്ട് ചെയ്തുകൊണ്ട് ആ പരാതികൾ സർക്കാരിന്റെ മുന്നിലേക്കും ഉപരി ഘടകത്തിലേക്കും എത്തിച്ചുകൊണ്ട് ഈ ഷാജഹാൻ പറഞ്ഞതുപോലെയുള്ള ബന്ധുബലം അത് SFIയെയും ഭയപ്പെടുത്തുന്നുണ്ട്. ഒരിക്കലുമില്ല. ബന്ധുബലവും അല്ലെങ്കിൽ ആരുടെ എണ്ണം എന്ന് നോക്കിയിട്ടല്ല, വിഷയങ്ങളെ ഒരിക്കലും അതൊന്നും നോക്കിയിട്ടല്ല. വിദ്യാർത്ഥികളെ അണിനിരത്തി വിദ്യാർത്ഥി പ്രശ്നങ്ങളെ ഏറ്റെടുത്തുകൊണ്ടുള്ള സമര പോരാട്ടങ്ങൾക്കാണ് SFI എല്ലാ കാലഘട്ടത്തിലും മുന്നിൽ നിന്നിട്ടുള്ളത്. ആ പോരാട്ടങ്ങളുടെ ഭാഗമായിട്ട് തന്നെയാണ് വിദ്യാർത്ഥികളെല്ലാം SFI എന്ന പ്രസ്ഥാനത്തെ നെഞ്ചേറ്റ് വാങ്ങിയതും. അതിൽ ഭരിക്കുന്നതാര് അല്ലെങ്കിൽ ഇപ്പോൾ പ്രതിപക്ഷത്താര് എന്ന് നോക്കിയിട്ടല്ല വിദ്യാർത്ഥി പ്രശ്നങ്ങൾ SFI ഏറ്റെടുത്തിട്ടുള്ളത്. ആ പ്രശ്നങ്ങൾക്കകത്ത് അകമഴിഞ്ഞ സത്യസന്ധതയോടെയും
ആത്മാർത്ഥതയോടെയുമാണ് വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾക്കകത്ത് SFI നിലകൊണ്ടിട്ടുള്ളത്. അത് ഇനിയും അങ്ങനെ തന്നെ എല്ലാ വിദ്യാർത്ഥികളുടെയും പിന്തുണ എന്തായാലും അവകാശപ്പെടുന്നുണ്ടാവില്ലല്ലോ. ഒരു കൂട്ടം വിദ്യാർത്ഥികളെങ്കിലും മാനേജ്മെന്റിന്റെ പക്ഷത്തുണ്ടാവുമല്ലോ. ഇവരെ ഉപയോഗിച്ചുകൊണ്ടായിരിക്കുമല്ലോ തിങ്കളാഴ്ച മുതൽ ക്ലാസ് തുടങ്ങാൻ മാനേജ്മെന്റുകൾ നിർബന്ധിതരായിരിക്കുന്നത്. ഒരു കാര്യം കൂടി പറയാം, TK നാരായണദാസ് അഡ്വക്കേറ്റ്, അദ്ദേഹം കോളേജിന്റെ എക്സിക്യൂട്ടീവ് ബോർഡ് അംഗമാണ്. അദ്ദേഹത്തെ തുടർച്ചയായി ടെലിഫോൺ ലൈനിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വരാമെന്ന് സമ്മതിച്ചതാണ്, ഇതുവരെ പ്രതികരണത്തിന് തയ്യാറായിട്ടുമില്ല. ക്രിസ്ത്യൻ, അപ്പോൾ പിന്നെ ഈ സമരം ഒന്നിച്ചു കൊണ്ടുപോകുന്നതിൽ വിദ്യാർത്ഥി സംഘടനകൾക്ക് ഈ ഷാജഹാൻ പറഞ്ഞതുപോലെയുള്ള പാർട്ടി ബലവും ബന്ധുത്വ ബലവും ഒക്കെ തടസ്സമാകുമോ? രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് തന്നെ ഇടപെടലുകൾ ഉണ്ടായാലും സംശയിക്കേണ്ടതില്ലല്ലോ. അല്ല, അതിന് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിന് മറുപടി പറയാം. നേരത്തെ ഞാൻ പറയാം, ഞങ്ങൾ പരാതി കൊടുത്തില്ല എന്നല്ല, ഞങ്ങൾ ഒന്നാമത് നിങ്ങൾക്കറിയാം, ഞങ്ങൾ നിയമ വിദ്യാർത്ഥികളാണ്. ഞങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും പരാതി കൊടുത്തിട്ടുണ്ട്. SC/ST കമ്മീഷനിൽ മാത്രമല്ല എല്ലാ സ്ഥലങ്ങളിലും പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ 11 ദിവസം കഴിഞ്ഞിട്ട് ഒരു സ്ഥലത്തെ പരാതി അനങ്ങിയിട്ട് പോലുമില്ല. അതിന് കാരണമുണ്ട്. കാരണം ഒരു പരാതി മാത്രമേ അനങ്ങിയിട്ടുള്ളൂ, അത് SC/ST കമ്മീഷനിലാണ്. അത് എന്തുകൊണ്ട് അനങ്ങി എന്നുള്ളത് എനിക്കറിയാം. കാരണം ഞങ്ങളുടെ കോൺഗ്രസ് നേതൃത്വം ഇടപെട്ടുകൊണ്ട് മാത്രമാണ് ആ പരാതി അനങ്ങി. ഷാജഹാൻ പറഞ്ഞ കാര്യമുണ്ടല്ലോ, അതിനെക്കുറിച്ചുള്ള പരാതിയും നിങ്ങളുടെ ഭാഗത്തു നിന്നും പോയിട്ടുണ്ട്. അല്ല, SC/ST കമ്മീഷന്റെ പരാതി മാത്രം ഞാൻ തുറന്നു പറയുകയാണെങ്കിൽ, ഉമ്മൻചാണ്ടി സാർ മുൻകൈ എടുത്തിട്ട് ആ പരാതി ഉറപ്പായി സ്വീകരിക്കണമെന്ന് നിർദ്ദേശം കൊടുത്തുകൊണ്ട് മാത്രമാണ് ആ പരാതി സ്വീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഞാൻ ഇടപെടുകയാണ്. ഇപ്പോൾ ലോ അക്കാദമിയുടെ എക്സിക്യൂട്ടീവ് ബോർഡ് അംഗം അഡ്വക്കേറ്റ് TK നാരായണദാസ് ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ TK നാരായണദാസ്, ഒരുപാട് പരാതികളും ആരോപണങ്ങളും ഒക്കെയാണ് ലോ അക്കാദമിക്കെതിരെ വിദ്യാർത്ഥികൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ സമരം തീരണമെങ്കിൽ പ്രിൻസിപ്പളായ ലക്ഷ്മി നായർ രാജിവെക്കണം എന്ന ആവശ്യവും ഉന്നയിച്ചിരിക്കുകയാണ്. ഇതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് തിങ്കളാഴ്ച മുതൽ ലോ അക്കാദമിയിൽ ക്ലാസുകൾ തുടങ്ങാൻ പോവുകയാണോ? അല്ല, ഇതൊക്കെ മാനേജ്മെന്റിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോ സങ്കീർണമായ ഒരു പ്രശ്നവും ഇല്ല. ഇത് കഴിഞ്ഞ 50 വർഷത്തിന് ഇടയിൽ നിരവധി തവണ ഇതുപോലുള്ള പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പൊ കുട്ടികൾ 1000-ഓളം കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. 100 കുട്ടികളാണ് അവിടെ ഹോസ്റ്റലിൽ താമസിക്കുന്നത്. അപ്പൊ കുട്ടികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. അതൊക്കെ പരിഹരിച്ചു പോകുന്ന ഒരു രീതിയാണ് അക്കാഡമിക്കുള്ളത്. അപ്പൊ ഇപ്പോൾ ഈ പരാതി പറയുന്ന കുട്ടികൾ തന്നെ നാളെ അക്കാഡമിയുടെ വെൽവിഷേഴ്സായി വരികയും അവർ ഇതിന്റെ ഈ സ്ഥാപനത്തിന്റെ അഭ്യുദയകാംക്ഷികളായി മാറുകയും ചെയ്യും. യാതൊരു സംശയം വേണ്ട. അതായത് മുമ്പ് ഇങ്ങനെ പരാതി പറഞ്ഞിട്ടുള്ള കുട്ടികൾ പിന്നീട് മാനേജ്മെന്റിന്റെ അഭ്യുദയകാംക്ഷികളായി മാറിയിട്ടുണ്ട് എന്നാണോ? പ്രതിസന്ധികളെ അതിജീവിച്ച് കടന്നു വന്ന ഒരു സ്ഥാപനമാണ്. ഇപ്പൊ ഇത്തരത്തിലുള്ള യാദൃച്ഛികതകളിൽ അത് സങ്കീർണമാക്കി ഇതിന്റെ സൽപ്പേരിനെ കളങ്കപ്പെടുത്താൻ ഉള്ള ശ്രമങ്ങളുണ്ട്. അത് ഉണ്ടാവില്ല. ഇതെല്ലാം രമ്യമായി പരിഹരിക്കും. യാതൊരു ആശങ്കയും വേണ്ട. ഇപ്പോൾ ഉപസമിതിയെയും അതുപോലെ തന്നെ മറ്റൊരു അന്വേഷണം ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയെയും ചുമതലപ്പെടുത്തിയിരിക്കുകയാണല്ലോ. ഈ കമ്മീഷൻ മുൻപാകെ, ഈ സമിതികൾക്ക് മുൻപാകെ തെളിവുകൾ നൽകാൻ മാനേജ്മെന്റുകൾ തയ്യാറാകും. ഇതാണല്ലോ നടക്കാൻ പോകുന്നത്. ഗവൺമെന്റോ യൂണിവേഴ്സിറ്റിയോ ഏത് അതോറിറ്റിയോടും ഇത്തരം കാര്യങ്ങളിൽ ചർച്ച ചെയ്യാൻ മാനേജ്മെന്റിന് ഒരു മടിയുമില്ല. അതിലൊരു പ്രശ്നവുമില്ല. പിന്നെ വിദ്യാർത്ഥികൾ പ്രിൻസിപ്പൽ മാറണം, അധ്യാപകർ മാറണം എന്നൊക്കെ അഭിപ്രായപ്പെടുന്നത് ശരിയായ കീഴ്വഴക്കമല്ല. അത് പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല. പക്ഷെ അവരുടെ പരാതികൾ, അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാനേജ്മെന്റ് അത് കേൾക്കും, അതിന് പരിഹാരം ഉണ്ടാവും. ഇക്കാര്യത്തിൽ യാതൊരു ആശങ്കയും വേണ്ട. അതായത് അഡ്വക്കേറ്റ് TK നാരായണദാസ്, താങ്കൾ പറയുകയുണ്ടായി പിന്നീട് അഭ്യുദയകാംക്ഷികളായി വിദ്യാർത്ഥികൾ മാറിയിട്ടുണ്ട് എന്ന് മുൻപ് പരാതി ഉന്നയിച്ചവർ. ഇങ്ങനെയാണോ കോളേജിന്റെ പണ്ട് മുതലുള്ള കാര്യം? അവിടെ ഏത് പരാതി ഉണ്ടായാലും അങ്ങനെ പരാതി ഉന്നയിച്ച വിദ്യാർത്ഥികൾ പിന്നീട് ആ പരാതികളെല്ലാം രമ്യമായി പരിഹരിച്ചുകൊണ്ട് മാനേജ്മെന്റിന്റെ അഭ്യുദയകാംക്ഷികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, മാനേജ്മെന്റിന്റെ അല്ല, ഈ സ്ഥാപനത്തിന്റെ അഭ്യുദയകാംക്ഷികളായിട്ട് അവർ ചില തെറ്റിദ്ധാരണയുടെ പേരിലും ഒക്കെ ആയിരിക്കാം. അതൊക്കെ അവർക്ക് വസ്തുതകൾ ബോധ്യപ്പെടുമ്പോൾ അവർക്കത് മനസ്സിലാവും. ലോ അക്കാദമിക്ക് വലിയ പാരമ്പര്യമുണ്ട്, വലിയ ചരിത്രമുള്ള ഒരു പ്രസ്ഥാനമാണ്. ഇത് ഈ പ്രൊഫഷണൽ കോളേജ് രംഗത്ത് രാജ്യത്തിന് തന്നെ മാതൃകയാക്കാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമാണിത്. എന്തായാലും അങ്ങനെ ഒരു പ്രസ്ഥാനം, ചരിത്രത്തിന്റെ കാര്യം അറിയാം. പക്ഷെ അങ്ങനെ ഒരു പ്രസ്ഥാനത്തിനെതിരെ ഇപ്പോൾ 1-2 വിദ്യാർത്ഥികളല്ല, ഇവിടെ വന്നിരിക്കുന്ന അല്ല, ഇവിടെ ഈ സംസാരിക്കുന്ന 1-2 വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ ഒരു പ്രത്യേക സംഘടനയോ മാത്രം പരിഹരിച്ചു പോകുന്ന ഒരു രീതിയാണ്, സമീപനമാണ് അക്കാഡമി തുടരുന്നത്. അത് വീണ്ടും തുടരും. അക്കാര്യത്തിൽ ഒരു ആശങ്കയും വേണ്ട. നിങ്ങൾ എല്ലാ ചാനലുകാരുടെയും പിന്തുണയും സഹായവും ഉണ്ടാവണം. കോളേജ് അതിന്റെ എല്ലാ പ്രതാപത്തോടും കൂടി തന്നെ അത് മുന്നോട്ട് പോകും. അഡ്വക്കേറ്റ് TK നാരായണദാസ്, ഇവിടെ 1-2 വിദ്യാർത്ഥികൾ
ശരി. ഒന്നോ രണ്ടോ വിദ്യാർത്ഥികൾ, ഇവിടെ വന്നിരിക്കുന്ന ഒന്നോ രണ്ടോ വിദ്യാർത്ഥികൾ മാത്രമാണ് ഇത്തരം ഒരു പരാതി ഉന്നയിക്കുന്നതെങ്കിലും, ഒരു സംഘടന മാത്രമാണ് ഇത്തരം ഒരു പരാതി ഉന്നയിക്കുന്നതെങ്കിലും അത് വ്യക്തിപരമായ ആക്ഷേപമോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയമായ ആരോപണമോ എന്ന് കണക്കാക്കാം. പക്ഷേ ഇത് അവിടുത്തെ എല്ലാ വിദ്യാർത്ഥി സംഘടനകളും ഒരേപോലെ, വിദ്യാർത്ഥികളിൽ ഏതാണ്ട് മുഴുവനും ഒരു 99% ആളുകളും ഇതേ പരാതികൾ തന്നെ ഉന്നയിക്കുകയാണ്. അല്ല, അതിന്റെ വിശദാംശങ്ങൾ ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. എല്ലാവർക്കും ഒന്നും ഇങ്ങനെ പരാതി ഉണ്ടോ എന്നറിയില്ല. പക്ഷേ എത്ര ന്യൂനപക്ഷമാണെങ്കിൽ പോലും ആ പരാതി ഞങ്ങൾ തള്ളിക്കളയില്ല. ഞങ്ങൾ അത് ശ്രദ്ധിക്കും, അത് എന്താണെന്ന് അന്വേഷിക്കും. കോളേജിന്റെ ഒരു മുന്നോട്ടുള്ള പ്രയാണത്തിന് അത് ഒരു വിഘ്നവും ഉണ്ടാവില്ല. ഈ കുട്ടികളും വസ്തുതകൾ ബോധ്യപ്പെടുമ്പോൾ അവർ മാറും. അവർ കോളേജിന്റെ മാത്രമല്ല, പ്രിൻസിപ്പലിന്റെയും നല്ല അഭ്യുദയകാംക്ഷികളായിട്ട് അവർ മാറും. ദയവായി ടെലിഫോൺ ലൈനിൽ തുടരുക. ആര്യ, ഇങ്ങനെയാണോ മുൻപും അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസമാണ് പ്രകടിപ്പിച്ചത്, മാനേജ്മെന്റ് പ്രതിനിധിയുടെ ആത്മവിശ്വാസമാണ്, വിദ്യാർത്ഥികളുടെ സാധാരണ പരാതികൾ, ഇങ്ങനെ പരാതികളിൽ കഴമ്പുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്ത് പരിഹരിക്കും, മുമ്പ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന്? ആര്യ സർ, ഇപ്പോൾ ഞാൻ കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ചിരിയാണ് തോന്നിയത്. ശരിയാണ്, മുമ്പുണ്ടായിരുന്ന പരാതികൾ പരിഹരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ആ സമയത്ത് നാരായണൻ നായർ സാർ എന്ന് പറയുന്നത് വളരെ ശക്തനായി നിന്നിരുന്ന ഒരു സമയമായിരുന്നു. ഞങ്ങളിപ്പോൾ പല കാര്യത്തിനായിട്ട് പല പൂർവ്വ വിദ്യാർത്ഥികളെ സമീപിക്കുമ്പോൾ അവർ പറയുന്നത് പണ്ടൊന്നും ഇത്രയും പ്രശ്നങ്ങൾ, ഇത്രയും വൾഗറായി ഒരു പെൺകുട്ടിയെ ആക്ഷേപിക്കാനോ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. കാരണം നാരായണൻ സാറ് ഇതിൽ ആക്റ്റീവായിട്ട് ഇടപഴകുമായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യം കൊണ്ടോ, പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു സ്ഥിതി എന്ന് വെച്ചാൽ, ഞങ്ങൾ സ്റ്റുഡൻസ് കാണുന്ന ഒരു സ്ഥിതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാറിന് അവിടെ ഒരു വോയിസും ഇല്ല. സാർ അവിടെ പറയുന്ന കാര്യങ്ങൾ പോലും ഒരിക്കലും അംഗീകരിക്കാറില്ല. പിന്നെ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ നാളെ ഞങ്ങൾ ജുഡീഷ്യറിയുടെ തലപ്പത്ത് വരേണ്ട ആൾക്കാരാണ്, ശരി, സമ്മതിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് സർ ഞങ്ങൾ ഈ അക്കാഡമിയിൽ വന്ന് ചേരാൻ നിർബന്ധിതരായത്. ഞങ്ങൾക്ക് പലർക്കും ഗവൺമെൻറ് ലോ കോളേജുകളിൽ എൻട്രൻസിൽ ഉയർന്ന റാങ്കുകളുള്ള ആൾക്കാരാണ് ഞങ്ങൾ. പക്ഷേ ഇവിടെ വന്ന് ചേരുന്നത് ഈ കോളേജിൻ്റെ പാരമ്പര്യം അനുസരിച്ചിട്ട് തന്നെയാണ്. പക്ഷേ ഈ കോളേജിൽ ഞങ്ങൾക്ക് നേരിടേണ്ടി വരുന്നത് ഇങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. ഇന്നലെ തന്നെ ഞങ്ങൾ ഈ സമരം ചെയ്യുന്ന കുട്ടികൾക്കെതിരെ ഇന്നലെ ഒരു റിട്ട് പെറ്റീഷൻ കോടതിയിൽ മൂവ് ചെയ്യുകയുണ്ടായി. അതിനൊരു ഇന്ററിം ഓർഡർ വന്നു, ഇന്നലെ വന്നിരുന്നു. ഈ ഓർഡറിൽ പറയുന്നത്, ഞാനിത് ഇവിടെ കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്, ഈ പെറ്റീഷനിൽ 5ാമത്തെ പോയിന്റിൽ ഞങ്ങളുടെ മാഡം ഉന്നയിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഞങ്ങൾ ഹോസ്റ്റലിൽ വന്നിരിക്കുന്ന പെൺകുട്ടികൾ, വിദ്യാർത്ഥിനികൾ അവിടെ കഴിയുന്നത് ഇതൊരു ഫെസ്റ്റിവൽ മൂഡിലാക്കാനും, അതുപോലെ തന്നെ രാത്രിയും പകലുമെന്നില്ലാതെ ആൺകുട്ടികൾ ഹോസ്റ്റലിൽ കയറി ഇറങ്ങുന്നുണ്ട് എന്നൊരു കാര്യമാണ് ഇതിൽ ഉന്നയിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ സാർ എത്രത്തോളം പെൺകുട്ടികളെ എത്രത്തോളം ചീപ്പായിട്ടാണ് ഞങ്ങളുടെ പ്രിൻസിപ്പൾ കാണുന്നത് എന്നുള്ളത്. അതിൽ ഞങ്ങൾക്ക് തെളിയിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഞങ്ങൾക്ക് അവിടെ ഒരു വാച്ച്മാനുണ്ട്, കൂടാതെ CCTV ക്യാമറ വെച്ചതുകൊണ്ട് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടൊരു പ്രയോജനം ഉണ്ടാകുന്നത് ഈ കാര്യം ഉന്നയിച്ചപ്പോഴാണ്. ഞങ്ങളുടെ CCTV ക്യാമറ, പുറത്തെ CCTV ക്യാമറ വ്യക്തമായിട്ട് കാണാം. ഈ ദിവസങ്ങളിൽ റെക്കോർഡിങ്ങും ചെയ്യുന്നുണ്ട്. ഒരു ആൺകുട്ടി പോലും ആ കോമ്പൗണ്ടിൻ്റെ അകത്ത് കയറിയിട്ടില്ല എന്നുള്ളത് എനിക്ക് ഇവിടെ ഇരുന്നിട്ട് ഉറപ്പായിട്ടും പറയാൻ കഴിയും. ശ്രീ നാരായണദാസ്, ഇതാണ് ഇപ്പോൾ ഈ വിദ്യാർത്ഥിനി പറഞ്ഞ കാര്യം. ഈ പാരമ്പര്യം കണ്ട് തന്നെയാണ് ഈ കോളേജിൽ വന്ന് ചേർന്നത്, പക്ഷേ അനുഭവം വ്യത്യസ്തമായിരുന്നു. അല്ല, അത് അവർ ഈ പാരമ്പര്യം മനസ്സിലാക്കിയാണ് അവിടെ വന്നു എന്ന് കുട്ടി പറഞ്ഞല്ലോ. ആ വിശ്വാസത്തിലേക്ക് തന്നെ ആ കുട്ടി തിരിച്ചു വരും. എങ്ങനെ? കാരണം അത് അവർക്ക് ബോധ്യപ്പെടും. അവർക്ക് ഈ കോളേജിനെ പറ്റി അവർക്ക് എന്ത് വിശ്വാസം ഉണ്ടായിരുന്നു അത് തന്നെയായിരിക്കും ഇനി ഉണ്ടാകാൻ പോകുന്നത്. മറ്റു കാര്യങ്ങളൊന്നും ഞാൻ ഇപ്പോൾ ഇതിൽ സംസാരിക്കുന്നില്ല. അധ്യാപകരെ സംബന്ധിച്ചും മറ്റു കാര്യങ്ങളെ പറ്റി ഒന്നും സംസാരിക്കുന്നില്ല. എന്തായാലും തിങ്കളാഴ്ച കോളേജ് തുറക്കുവാനുള്ള തീരുമാനമായി മാനേജ്മെന്റ് മുന്നോട്ട് പോകും. അതിനാവശ്യമായി കോടതിയിൽ കോളേജ് അവിടുത്തെ അധ്യയനം നടക്കണം, കോളേജ് പ്രവർത്തിക്കണം. അതിനെന്താണോ ആവശ്യം അതൊക്കെ മാനേജ്മെന്റ് കൂടിയാലോചിച്ച് ചെയ്യും. വിദ്യാർത്ഥികളെ വിശ്വാസത്തിലെടുത്ത് തന്നെയായിരിക്കും അത്. ഇത് മാനേജ്മെന്റ് പ്രതിനിധിയുടെ വാക്കുകളാണ്. ഇത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, ഈ പാരമ്പര്യം മുറുകെ പിടിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ എല്ലാം തിരിച്ചറിഞ്ഞ് തിരികെ വരുമെന്നാണ്. ഞങ്ങൾക്ക് ആവശ്യം ഈ വാക്കുകളെ ഞങ്ങളും വിശ്വാസത്തിലെടുക്കാം. പക്ഷേ അതിനുപരിയായിട്ട് വേണ്ടത് ഈ വിഷയങ്ങളെല്ലാം പരിഹരിക്കുന്ന ഒരു നടപടി എന്നുള്ള വേണം. അതിനകത്ത് ഒരു സംവിധാനം ഇതെല്ലാം പരിശോധിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ചിട്ടപ്പെടുത്തുന്നതിന് വേണ്ടി വിദ്യാർത്ഥികളെ വിശ്വാസത്തിലെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനം രൂപപ്പെടുത്തിക്കൊണ്ട് വേണം ഈ പറഞ്ഞ വിദ്യാർത്ഥികളെ പഴയ രീതിയിലേക്ക് ഈ സ്ഥാപനത്തിൻ്റെ അഭ്യുദയകാംക്ഷികളായി കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തേണ്ടത് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഒരു ഇടവേളയിലേക്ക് പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരുമ്പോൾ ചർച്ച ചെയ്യുന്നത്
ലോ അക്കാദമിയിൽ ഇനി നടക്കാൻ പോകുന്നത് എന്നാണ്? തിങ്കളാഴ്ച വിദ്യാർത്ഥികൾ പഴയ രീതിയിലേക്ക് മടങ്ങി വരുമെന്ന മാനേജ്മെന്റുകളുടെ വാദത്തിന് എത്രമാത്രം പ്രസക്തിയുണ്ട്? ഇടവേളയ്ക്ക് ശേഷം.